ചുമതലകൾ കൂടും, വലുപ്പം കൂടുമ്പോൾ, സ്ഥാനം കൂടുമ്പോൾ, പുണ്യം കൂടുമ്പോൾ. അങ്ങനെയുള്ള മുത്തുനബി നമുക്ക് വേണ്ടി ജീവിച്ചിട്ട് ആ കഷ്ടപ്പാടുകൾക്കൊക്കെയും പ്രതിഫലം ചോദിക്കുന്നത് എന്താണ്? എൻ്റെ സമുദായം, എൻ്റെ സമുദായം, എൻ്റെ സമുദായം എന്ന ചിന്ത. അതിങ്ങോട്ടുള്ള മുത്തുനബിക്ക് എൻ്റെ നബി, എൻ്റെ നബി, എൻ്റെ നബി, എൻ്റെ നബി എന്ന ചിന്ത മറിച്ചും നമ്മുടെ മനസ്സിൽ പേറി നടക്കാൻ ബാധ്യതയില്ലേ? അല്ലാഹു പറഞ്ഞതല്ലേ അത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. സ്വന്തം നഫ്സിനേക്കാൾ ഒരു മനുഷ്യന് കടപ്പാട് മുത്തുനബിയോടാണ്. നബിയോടുള്ള സ്നേഹം സ്വന്തം ശരീരത്തോട് ഉണ്ടാകാൻ പാടില്ല, സ്വന്തം ആത്മാവിനോടുണ്ടാകാൻ പാടില്ലെന്ന് അള്ളാഹു ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള സത്യമാണ്. ഈ സത്യത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, ഇതേ അർത്ഥത്തിൽ പ്രേമിക്കണം, ആ അർത്ഥത്തിൽ നബിയെ മാധ്യമമാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂല് ഇങ്ങോട്ടയച്ച മാധ്യമം പോലെ അങ്ങോട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാധ്യമമായി നാം മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.